മഴയൊക്കെ പെയ്ത് ഭയങ്കരമായിട്ട് തണുത്ത് മടി പിടിച്ചിരിക്കുക. മഴക്കൊന്നും ഭയങ്കര മടി. അപ്പൊ ഞാനും ഓർത്ത് മഴയൊക്കെ പെയ്ത് തണുത്തിരിക്കുന്നോണ്ട് നമുക്ക് ചായക്ക് ചൂടോടുകൂടി കഴിക്കാൻ സവോള ഉള്ളി കൊണ്ടൊരു വടയെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ഭാഷയില് ഉള്ളിവട ഉണ്ടാക്കി കളയാന്ന് വെച്ച്. അപ്പൊ അതാകുമ്പോ പിന്നെ സവോള ഇവിടെ ഇരിപ്പുണ്ട്, പിന്നെ മറ്റ് സംഗതികളൊക്കെ അതിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. 4 മണിയാകുമ്പോ ചായയുടെ കൂടെ കുറയ്ക്കുകയും ചെയ്യാം. തണുപ്പുണ്ടല്ലോ, അതുകൊണ്ടാണ് അതിലേക്ക് തുനിഞ്ഞത് കേട്ടോ. കുറയ്ക്കണതാണ് എന്റെ ചിന്ത. എന്റെ ചിന്ത എനിക്കും വലിയ ഇഷ്ടം. ഈ മധുരയില്ലാത്ത സാധനങ്ങൾ കുറയ്ക്കണത് എനിക്കും താല്പര്യം. അപ്പയ്ക്കും അത് തന്നെയാ താല്പര്യം. അപ്പൊ ഞങ്ങള് അത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാ. നോക്കിക്കളഞ്ഞാലോ? നോക്കാം. അതിനായിട്ട് മെയിൻ ഇൻഗ്രീഡിയന്റ് സവോള ഉള്ളി. മീഡിയം സൈസ് 2 എടുത്തിട്ടുണ്ട്. മീഡിയം അല്ല, സ്വല്പം വലുതാട്ടോ. അത് അങ്ങനെ സാധാരണ അരിയും പോലെ സവോള ഉള്ളി അരിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് പുരട്ടി തിരുമണം. അപ്പൊ അതിനു മുമ്പ് മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ അങ്ങ് പറയാം നമുക്ക്, അല്ലേ? സവോള ഉള്ളി ഈ സ്പൂൺ കാണാമോ? കാണാലോ. ഈ സ്പൂണിന് നമ്മൾ ചെയ്യണ മെത്തേഡ് ഗോതമ്പ് പൊടിയാണ്. 3 കൂമ്പനെ സ്പൂൺ എടുത്തിട്ടുണ്ട്. 3 വേണ്ടി വരുമോ നമ്മക്ക് അറിയില്ല, ഇട്ട് കാണിച്ചു കൊടുക്കാം. 3 സ്പൂൺ എടുത്ത് വെച്ചു കേട്ടോ, എടുത്ത് വെച്ചു. അത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി. പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു പിടുത്തം കറിവേപ്പില. വേപ്പില എന്തോരം ഉണ്ടെങ്കിലും നല്ലതാ, ഇതിന്റെ കൂടെ ഫ്രൈ ചെയ്യുമ്പോൾ കിടക്കണം, നല്ലതല്ലേ? നല്ലതാ. പിന്നെ ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ചേർക്കണം, ഒരു പിഞ്ച് മതി, അതിനെ ഇവിടെ എടുത്ത് വെച്ചതാ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഒരു പിഞ്ച് കായപ്പൊടി ചേർക്കണം. അത് നമുക്ക് കാണിക്കാം എങ്ങനെയാണ്. ആദ്യം നമുക്ക് ഇത് ഉപ്പ് പെരട്ടി ഒന്ന് തിരുമ ആദ്യം ഫസ്റ്റ്. പിഴിഞ്ഞ് കളയണോ? കളയൊന്നും വേണ്ട, കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ്. പിഴിഞ്ഞ് കളയണ്ട, ഉപ്പ് പിടിക്കാനാ ഇതിലേക്ക്. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തിരുമുക, ഒന്ന് സോഫ്റ്റായി കിട്ടും. പിന്നെ തിരുമ്മി കഴിഞ്ഞ് ഉപ്പ് പുരട്ടി വരുമ്പോൾ അതിൽ നിന്ന് സ്വല്പം വെള്ളാംശം ഇറങ്ങൂലോ, അതൊക്കെ അറിയാവുന്നതല്ലേ, നമ്മൾ ചെയ്യണതല്ലേ സാലഡിനൊക്കെ. സാലഡിന് നമ്മൾ എരിവ് കൂടുതലാണെങ്കിൽ പിഴിഞ്ഞ് കളയാറുണ്ട്. ഇത് കളയണ്ട കേട്ടോ, ആ നീരോട് കൂടിയാണ് ചെയ്യണത്. ഇത് ഇത്രയും തിരുമ്മി കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടെ അതിലേക്ക് ചേർത്ത് കൈ കൊണ്ടൊന്ന് ഞരടാം. പച്ചമുളകും ഇഞ്ചിയും കൂടെ ആദ്യം ചേർക്കുക, വേപ്പില ലാസ്റ്റ് മതി കേട്ടോ. പച്ചമുളക് ഇഞ്ചി അത് രണ്ടും, വേപ്പില ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, മഞ്ഞൾപ്പൊടി കാണിച്ചു കൊടുക്കാം. സ്പൂൺ കത്തായിപ്പോയില്ല, ഈ സ്പൂൺ അങ്ങനെ എടുക്കാം. കുറച്ച് മതി, ഒരു പിഞ്ച് മതി. അതൊക്കെ സ്വന്തം ഇഷ്ടത്തിന് മതി കേട്ടോ. ഞാൻ നമ്മൾ ചെയ്യണത് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ സ്വല്പം കായപ്പൊടി വേണം, അതും സ്വല്പം മതി കേട്ടോ. അതെ, കായത്തിൻ്റെ അത് മതി, ഒത്തിരി ആയാൽ കൊള്ളൂല, ടേസ്റ്റ് മാറിപ്പോവും. ഇത് പിന്നെ നമുക്കിത് കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കാം. എന്നിട്ട് പൊടി ചേർത്താൽ മതി, ഗോതമ്പ് പൊടി. ഈ മുളക് പൊടി ഞാൻ ചേർക്കാതിരിക്കണത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുളക് പൊടി ചേർത്താൽ കളറ് കിട്ടും, പക്ഷെ ഞാൻ പച്ചമുളകും കൊണ്ടാണ് ചെയ്യണത്. പച്ചമുളക് എരിവുള്ള പച്ചമുളകും കൂടെ ആയതുകൊണ്ട്, ഇപ്പം നമ്മുടെ മെത്തേഡ് കാണിക്കണമെന്നല്ലേ ഉള്ളൂ. ആയതുകൊണ്ട് പിന്നെ എരിവുള്ള മുളക് പൊടി നമ്മൾ ചേർക്കണില്ല. ഇനി കാശ്മീരി മുളക് പൊടി ചേർത്ത് കളറ് കിട്ടണമെന്നുള്ളവർക്ക് അത് വേണമെങ്കിൽ ചേർക്കാം, നമ്മൾ ചേർക്കണില്ല കേട്ടോ, നമ്മളിതാ ചേർക്കണുള്ളൂ. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഗോതമ്പ് പൊടി ചേർക്കാം. നമ്മളൊന്ന് ഞെരടി ശരിക്കും ഒരുവിധം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് മതി, ഇത്ര ഞെരടിയെ മതി. ഇനി നമുക്ക് പൊടി ചേർത്താലോ? പൊടി എന്തോരാന്ന് നമുക്ക് നോക്കാം. കുറച്ച് ഇട്ട് ചേർക്കണം, അല്ലെങ്കിൽ ശരിയാവൂല. കൂടിപ്പോയാൽ ഉള്ളിയുടെ ടേസ്റ്റ് കിട്ടൂല, ഗോതമ്പ് പൊടിയുടെ കുത്തലാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇച്ചിരൂടെ ഏതായാലും ഞാൻ 3 കൂമ്പനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണ്ടി വരില്ല, എനിക്ക് അറിയില്ല എന്തോരം വേണമെന്ന്. അപ്പം നമുക്ക് ചേർത്താലേ അറിയാൻ പറ്റുള്ളൂ. ഇത് മതിയെന്ന് എനിക്ക് തോന്നണം. ഏതാണ്ടൊക്കെ പെരണ്ടിട്ടില്ലേ? ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പൊടിക്ക് വെള്ളം ചേർക്കണം. പൊടിക്ക് നമ്മളിപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ട് ഏതാണ്ട് പകുതി ഗോതമ്പ് പൊടിയെ ചേർത്തിട്ടുള്ളൂ. 3 കൂമ്പനെ എടുത്തായിരുന്നു, പക്ഷെ അത്രയും വേണ്ടാട്ടോ. ദേ നമ്മൾ ചെയ്യണ മെത്തേഡിൽ ഇത് മതി. ദേ കുറച്ച് ഒന്ന് പിടിച്ചിരിക്കുക, കാണാമോ? പിടിച്ചിരിക്കാൻ ഇപ്പം ഇത് എടുക്കണമെന്നില്ല, വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ എടുക്കാം. സ്വല്പം
സ്വല്പം വെള്ളം ചേർക്കണം, വിട്ട് വിട്ട് കിടക്കാൻ വേണ്ടി. അധികം വെള്ളം വേണ്ട, വെള്ളം കാണിക്കാം കേട്ടോ. ഒന്ന് തളിച്ചാൽ മതി, കയ്യിലെടുത്തേച്ച വെള്ളം കാണിക്കാം. എന്നിട്ട് ഫോട്ടോ എടുത്തോ. വിട്ട് കിടക്കൂല. ദേ ഒരു പൊടിക്കുള്ളൂ. ദേ കാണാമോ? കാണാം. ഇച്ചിരി വേണം തോന്നണല്ലേ, ഒന്നോടെ പരണ്ടോട്ടെ. നമ്മൾ നോക്കി എടുത്തില്ലെങ്കിൽ എന്നാന്നറിയുമോ, വെള്ളം കൂടിപ്പോയാൽ പിന്നെ ഉള്ളി ചേർക്കേണ്ടി വരും, പിന്നെ പൊടി ചേർക്കേണ്ടി വരും. ഇതിപ്പോൾ അത് അതിൻ്റെ ആവശ്യമില്ലോ എന്നോർത്താ. ദേ കണ്ടോട്ടോ. അതെ ഇത് മതി, എന്തായാലും ഇത് മതി. ഈ പിള്ളേർക്കൊക്കെ ഈ വൈകുന്നേരമൊക്കെ ഇല്ലേ സ്നാക്കായിട്ട് കൊടുത്തു വിടാൻ ഇത് പറ്റൂല. എന്ന് വെച്ചാൽ തണുത്ത് പോയാൽ കൊള്ളൂല. ചൂടോടുകൂടി കഴിക്കണേ. വൈകുന്നേരം 4 മണിക്ക് വരുമ്പോഴൊക്കെ ഒരു മറ്റ് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടൊരു വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ നല്ലതാണ് ഇട സമയത്തല്ലേ. പിള്ളേർക്കത് ഇഷ്ടപ്പെടും ഇട സമയത്ത്. ഞാനൊന്ന് ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ. അത്രയേ ഉള്ളൂ മിക്സിങ്, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ പകുതി ഗോതമ്പ് പൊടിയെ ചേർത്തോളൂ. പകുതിയെ ചേർത്തോളൂ. പകുതി ഇവിടെ ഇരിക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേപ്പില ചേർക്കണം. ഇനി ഇത് മതി, ഉപ്പൊക്കെ ഉണ്ട്, ഇത് മതി. എല്ലാം പാകാം. ആ തിരുമിയ ഉപ്പ് പാകമായിരുന്നു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണോ? നോക്കിക്കേ ഉള്ളി പോരെ, മതി. നല്ല ഉപ്പ് മതി. വേപ്പില വെറുതെ അങ്ങ് വെതറുവാ മതി. ചുമ്മാ വെതറി വെച്ച് വറക്കാൻ നേരത്തെ അതിൻ്റെ കൂടെ മതി വറുത്തെടുക്കാം. വേപ്പില ഇട്ട് കഴിഞ്ഞപ്പോൾ ഇല്ലേ നല്ല പച്ച കളറായി അല്ലേ. പച്ചമുളക് സ്വതവേ ഉണ്ടല്ലോ. ഉപ്പ് മതിയല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇത് സാധാരണ അമ്മേനെ ഒരു ആൻറ്റി പഠിപ്പിച്ചത്, അവര് ഗോതമ്പൊടി ചേർത്താ ഉണ്ടാക്കണേ, കടലമാവ് ഒന്നുമല്ല ചേർക്കാറെന്ന് പറഞ്ഞു. ഗോതമ്പൊടി എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. പിന്നെ എനിക്ക് ഈ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഒരു ടേസ്റ്റ് തോന്നി പണ്ട് ഇവിടെ ഉണ്ടാക്കിയപ്പോൾ. അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് ഇടയ്ക്ക് മഴക്കാലത്ത് നമ്മൾ വളരെ അപൂർവമായിട്ട് ഉണ്ടാക്കാറുള്ളൂ, എങ്കിലും എനിക്ക് ഇഷ്ടമായിട്ട് തോന്നി കേട്ടോ. ഇനി നമുക്ക് ഇത് കൈ ഒന്ന് കഴിയേച്ച് വരുന്നത് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ, കൈ കഴിയേച്ച് വരട്ടെ. ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ ഇത് ഉണ്ടാക്കാനല്ലേ. സവാള ജസ്റ്റ് ഗോതമ്പ് പൊടി ഒന്നുമില്ല ഉണ്ടാക്കാൻ. സിമ്പിളാ. അത് ഞാൻ പറഞ്ഞില്ലേ പിള്ളേർക്കൊക്കെ ഓരോ വെറൈറ്റി കൊടുക്കാൻ ഇഷ്ടപ്പെടൂലേ. തണുപ്പത്തൊക്കെ ഈ ഹോളിഡേ ഒക്കെ ഉള്ളപ്പോഴും വീട്ടിൽ പിള്ളേർ ഇരിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചേഞ്ച് ആണല്ലോ എപ്പോഴും അല്ലേ ഫുഡിന്. എണ്ണ ചൂടായോ എന്ന് നോക്കട്ടെ. നോക്കിക്കോ വേഗം നോക്കിക്കോ. ചൂടായി. വേപ്പില എങ്ങനെയാ ഇത് ഇടുന്നത്? ദേ പറയാം. ഉരുട്ടിയൊന്നും അല്ല ഇടണം, നമ്മുടെ മെത്തേഡ്. ദേ കണ്ടോട്ടോ. ചുമ്മാ വാരി അങ്ങ് ഇടുന്നു, അത്രേ ഉള്ളൂ. ദേ നോക്കിക്കോ, എണ്ണ പൊട്ടണ്ട തന്നെ. ദേ ഇങ്ങനെ. അങ്ങനെയാണ് നമ്മുടെ രീതിയാണ് ഇത്. ഇങ്ങനെ അങ്ങ് വെറുതെ ഇട്ടാ മതിയില്ലേ. അതിനാണ് പൊടി അധികം ചേർക്കരുതെന്ന് പറയണേ. പൊടി ചേർത്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. കണ്ടോ വെറുതെ ഇങ്ങനെ വാരിയിടുക. ഞാൻ വിചാരിച്ചു ഉരുട്ടി ഇല്ല, ഉരുട്ടി ഇടുന്നതിന് എല്ലാവരും ചെയ്യണത് ഉരുട്ടിയാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, എന്നെ ഒരു ആൻറ്റി പഠിപ്പിച്ച ഒരു ഡിഫറെന്റ് മെത്തേഡ്. കണ്ടോ, വാരി വെറുതെ അങ്ങ് ഇടുക. എന്നിട്ട് തിരിച്ചും മറിച്ചും എടുക്കണം ചൂടാവുന്നതനുസരിച്ച്. ഇത് നമുക്ക് ഒറ്റയടിക്കിടാം, വലിയ തവയല്ലേ. ഒറ്റയടിക്കിടാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ മാവ് അധികം തിരുമൂല. ഇതില് മാവ് തിരുമിയാൽ കട്ട കുട്ടും. ഉണ്ടയാക്കണം, പിന്നെ ഉരുട്ടിയെടുക്കണത് ഒരു കോമൺ അല്ലേ. ഇതങ്ങനെ അധികം ഇത് കണ്ടിട്ടില്ലല്ലോ. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ എളുപ്പമാണ്. പച്ചമുളക് ഞാൻ പറഞ്ഞില്ലേ, പച്ചമുളക് ചേർത്തോണ്ടാട്ടോ നമ്മൾ മുളക് പൊടി ചേർക്കാൻ. ഞാൻ പിന്നെ ആവശ്യത്തിന് ഇഞ്ചി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരുവിധം വേവായി കഴിയുമ്പോൾ മറച്ചിടണം. ഫുൾ ഫ്ലെയിമിൽ തന്നെ വേവണം. കാരണം എന്താണെന്ന് വെച്ചാൽ വറക്കുമല്ലേ. മറിച്ചിടാറാകുമ്പോൾ മറിച്ചിടാം. ഒന്ന് മറിച്ച് നോക്കിയാലോ. ഒരു വശമൊക്കെ ഏതാണ്ട് ദേ മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാ മതി. ആയിക്കോളും. വീട്ടിലൊന്നും ഉണ്ടാക്കാനിരിക്കില്ലെങ്കിൽ പെട്ടെന്ന് കറുമുറ ഉണ്ടാക്കാം. അല്ല, നല്ല സാധനമാണ്. അതെ, തണുപ്പത്താ പ്രത്യേകിച്ച് നല്ലത് അല്ലേ. അതെ, മഴയുള്ളൊക്കെ. ഞാൻ പറഞ്ഞില്ല, എല്ലാരും ഉള്ളിവട ഉരുട്ടിയല്ലേ ചെയ്യണേ. നമ്മുടെ വിട്ട് ഒരു ഡിഫറൻറ്റ്. അപ്പം മാവ് അധികം വേണ്ടേ താനും.
പലരും പല ഇതിലല്ലേ, അപ്പൊ ഇത് വിട്ട് വിട്ട് കിടക്കും. ഇങ്ങനെ എടുത്ത് കഴിക്കുകയും ചെയ്യാം, വറവരി കഴിക്കും പോലെ അല്ലേ. സവോളയും ഗോതമ്പൊടിയും മാത്രമേ ഉള്ളൂ. പിന്നെ ഒക്കെ പച്ചമുളകും വേപ്പിലൊക്കെ സാധാരണ ഉപ്പും അത്രേ ഉള്ളൂ. ഇനി ഇതാവട്ടെ കേട്ടോ, മുരിങ്ങി വരട്ടെ. മറിച്ചിട്ടു, വീണ്ടും ഫ്ലെയിം അമ്മ കൂട്ടിയിട്ടു. നേരത്തെ കൂടി തന്നെയാണല്ലോ കിടന്ന്. മറിക്കാൻ നേരത്തെ ഒന്ന് കുറച്ചായിരുന്നു, കരിയാതിരിക്കാൻ. മതി അല്ല, തിരിച്ച് മറിച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ടാൽ മതി കൊച്ചേ. അത് ശരിക്കല്ലാതെ മറിഞ്ഞു കിട്ടൂല, വിട്ട് വിട്ട് കിടക്കണോണ്ടേ. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് മറിച്ചാൽ മതി. നമ്മളിതേ ഈ മുരിയല് പാകത്തിന് വാങ്ങണം. ദേ കണ്ടോ, ദേ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. കാരണം ഈ എണ്ണ വാലണം, നമുക്ക് തുളയം കയ്യിലേക്ക് കോരിയെടുക്കാം കേട്ടോ. എന്നിട്ട് ടിഷ്യൂ വെച്ചേച്ച് അതിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ചൂടോട് കൂടി ഇത് കഴിക്കണം, അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. ഇത്രയേ ഉള്ളൂ സംഭവം. പെട്ടെന്ന് ചെയ്യാന്നേ. പിള്ളേര് സ്കൂളിൽ നിന്ന് പോന്നു കഴിഞ്ഞിട്ടുണ്ടാക്കിയാലും മതി. ഇത് മാത്രം കൊടുത്ത് പിള്ളേർക്ക് പറ്റൂല കേട്ടോ, വേറെ എന്തെങ്കിലും കൊടുക്കണം. അതിന്റെ കൂടെ ഒരു വെറൈറ്റി ഐറ്റം കാണിക്കാതെ മാത്രം, സൈഡ് ഡിഷ് കാണിക്കാം. വെറൈറ്റി കാണാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ ഒരു കൊച്ചുണ്ട്, അത് കൊച്ചു പിള്ളേരുടെ പോലെയാ. ഭയങ്കര കൊച്ചുകളിയാ. ഇന്നിപ്പോ ഒരു ഇത് കണ്ടു കഴിഞ്ഞാ പിന്നെ നാളെ ഇപ്പൊ ചോദിക്കും, ഈ വേറെ എന്തെങ്കിലും ഒന്നും നമുക്ക് ചെയ്യാല്ലേന്ന്. അങ്ങനെ ചില കൊച്ചുങ്ങൾക്കുണ്ട്. ചില പിള്ളേർ എങ്ങനെയാന്ന് വെച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കൊടുത്താലും കഴിച്ചോളും. ഇവിടെ ഇങ്ങനെ ടേസ്റ്റ് വേണം. പിന്നെ അങ്ങനെ കാണിച്ചാണ് ഞാനിതിലേക്ക് ഉരുത്തിരിഞ്ഞത്. എന്നാ നമുക്ക് കോരിക്ക് തവയിലേക്ക് മാറ്റിയാലോ. അങ്ങനെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള, വെരി സിമ്പിൾ ആയിട്ടുള്ള ഉള്ളിവട ഇവിടെ തയ്യാറായിരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വളരെ എളുപ്പം ഉണ്ടാക്കാനും. അപ്പൊ പിന്നെ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ചൂടോടുകൂടി കഴിക്കണം. ചൂടാറിയത് ഇങ്ങനെ തണുത്തു പോവും. അതുകൊണ്ട് ടേസ്റ്റ് കുറയും. കറമുറ കഴിക്കണമെങ്കിൽ നമ്മൾ ഗ്യാസിൽ നിന്ന് എടുക്കണ വഴി എണ്ണ വാർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്നുമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉരുട്ടി ഉണ്ടാക്കുന്നതിന് പകരം മാവ് കുറച്ച് ചേർത്ത് ഇങ്ങനെ കിള്ളി വറുത്ത് പോരുക അല്ലെ. അങ്ങനെയാണോ? എന്റെ ഭാഷ ഞാൻ പറഞ്ഞതാട്ടോ. അങ്ങനെ നിരത്തിയിട്ട് വറുത്ത് പോരുക. പിന്നെ ഞങ്ങൾ ഇപ്പൊ കാണിച്ചല്ലോ, ഗോതമ്പൊടിയാ യൂസ് ചെയ്തേക്കണം. അപ്പൊ ഇനി ഞങ്ങള് ഇഷ്ടമുള്ള വേറെ പല ചെറിയ റെസിപ്പീസുമായിട്ട് വീണ്ടും പ്രത്യക്ഷപ്പെടും. അതുവരേക്കും എല്ലാവർക്കും പറ ബൈ.